കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രോബ്ലം സോൾവിങ്ങിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അൽഗോരിതംസ് എന്താണ് എന്നൊക്കെ പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിനെ പറ്റി കുറച്ചും കൂടെ ഡെപ്തിൽ നോക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും മനസ്സിൽ വരുന്നൊരു ഇമേജ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ സീറോസും വണ്ണൊക്കെ ടൈപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഇമേജ് ആയിരിക്കും. അധികം സിനിമയിലും നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രോഗ്രാമിങ്ങിനെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്, അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്, ബ്രദേഴ്സിന് കൊടുക്കാറുണ്ട്, അച്ഛന് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ കൊടുക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണ്. ഇപ്പോൾ നമ്മൾ അധികം മലയാളത്തിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും കൊടുക്കുക. ഈ ഇതേപോലെ നമുക്ക് കമ്പ്യൂട്ടറിനോട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മണ്ടനാണ്. ഇത്രയും ഫാസ്റ്റായി കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഒരു മണ്ടനാണെന്നോ? അതെ, കമ്പ്യൂട്ടർ തീർച്ചയായും ഒരു മണ്ടനാണ്. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒറ്റയ്ക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനും സാധിക്കില്ല. എന്നാൽ മനുഷ്യന്മാർക്ക് ഈ സ്കില്ലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷോ മലയാളമോ പോലുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മലയാളം ആകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ ഇതിനെല്ലാം ഓരോ വാക്കിനും മൾട്ടിപ്പിൾ അർത്ഥങ്ങൾ വരുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അർത്ഥങ്ങൾ മാറും, സ്ട്രക്ചർ ലൂസാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ. നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ് മുകളിലെ റൂമിൽ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, ആ പുസ്തകം റൂമിന്റെ വലത്തെ സൈഡിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യും? ഫ്രണ്ട് മോള് പോയി റൂം പോയിട്ട് ബുക്ക് വലത്തെ സൈഡിൽ ഇരിപ്പുണ്ടോ നോക്കും. വലത്തെ സൈഡിൽ ഇരിക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് ഇടത്തെ സൈഡും കൂടെ നോക്കും അല്ലേ. എന്നിട്ട് ആ പുസ്തകം ഇടത്തെ സൈഡാണെങ്കിൽ അത് എടുത്തുകൊണ്ട് വരികയും ചെയ്യും. നമ്മൾ ഇതേ ഇൻസ്ട്രക്ഷൻ ഒരു കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റൂമിൽ ചെന്നിട്ട് വലത്തെ സൈഡിൽ മാത്രമായിരിക്കും നോക്കുക. കമ്പ്യൂട്ടർ ഒരിക്കലും അതിൻ്റെ ഒരു കോമൺ സെൻസോ ലോജിക്കൽ തിങ്കിങ്ങോ ഉപയോഗിച്ച് ഇടത്തെ സൈഡിൽ എന്താണ് നോക്കില്ല. അപ്പോൾ ഇതാണ് ഒരു കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് മാത്രമല്ല പ്രോഗ്രാമിംഗ്. അവ്യക്തമായിട്ടുള്ള മെസ്സി ആയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഏറ്റവും മണ്ടനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന് വരെ മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ നമുക്ക് മലയാളവും ഇംഗ്ലീഷും ഒന്നും കമ്പ്യൂട്ടറിനായിട്ട് സംസാരിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് കോഡാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജും നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജും തമ്മിൽ ചെറിയ ബന്ധമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെറിയ വേർഡ്സ് ഫോം ചെയ്യും, എന്നിട്ട് ആ വേർഡ്സ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ആ സെൻറ്റൻസ് ഉപയോഗിച്ചല്ലേ നമ്മൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വെൽക്കം ടു സ്റ്റാക്കപ്പ്, ഇത് 3 വാക്കുകളാണ്, 3 വേർഡ്സ് ആണ്. ഈ 3 വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ വെൽക്കം ടു സ്റ്റാക്കപ്പ് എന്നൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യും. ആ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കീവേഡ്സും സിമ്പിൾസും ഉപയോഗിച്ചാണ് നമ്മൾ മീനിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഫോം ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. റിയൽ ലൈഫ് ലാംഗ്വേജുകളിൽ ഒരുപാട് റൂൾസ് ഉണ്ട് അല്ലേ, ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽക്കം ടു സ്റ്റാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. വെൽക്കം ടു സ്റ്റാക്കപ്പ് എന്നുള്ള വാക്കുകൾ ടു സ്റ്റാക്കപ്പ് വെൽക്കം എന്നോ സ്റ്റാക്കപ്പ് വെൽക്കം ടു നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ സിൻടാക്സിനെയും കീവേഡ്സിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ വരും വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.